ഗോപേട്ടാ, ഇന്ന് നമ്മൾ പോയില്ലേ? അപ്പോൾ ഗോപേട്ടൻ കണ്ട ഒരു ബോർഡ്, മറ്റേ അല്ലേ, 3 പേർക്ക് കൂടി 3 സ്ത്രീകൾക്കായി ഒരു ഗ്രൂപ്പ് ലോൺ. അതെ, ശരിയാണ്. നമുക്ക് കഷ്ടപ്പാടുള്ള സമയത്ത് എല്ലാവരും അതൊക്കെ എടുക്കും. പക്ഷെ അതൊക്കെ കഴിയുമ്പോഴാണ് ആ വലയപ്പെട്ടു അല്ലേ? പിന്നെ പറയണ്ട. ആ കഥ ഗോപേട്ടൻ പറയുമ്പോ ചിരി പറയണു. ചിരിച്ചു പറയല്ലേ, കാര്യമായിട്ട് കാര്യങ്ങൾ പറയൂ. കാര്യമായിട്ടല്ല പറയണത്. അത് നമ്മുടെ അങ്ങേരുടെ കഥയില്ലേ, ഗോപേട്ടൻ പറയാറില്ല, ഒരു ബാർബറുടെ കഥ. ആ ബാർബർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാളോട് പറയാതെ ഭാര്യ ഈ ലോൺ എടുത്തിരുന്നു. ലോൺ എടുത്തിട്ട് ഇയാൾക്കറിയില്ല, ഇയാൾ നല്ല മനുഷ്യൻ, ഞാനും കൂടി അറിയണതാണ്. അത് കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരു ദിവസം അവിടുന്ന് കുറേ ആൾക്കാർ വന്നിട്ട് ബാർബർ ഷോപ്പിൽ വന്നിട്ട് ഒച്ചയെടുത്തും ഭീഷണിപ്പെടുകയും, അപ്പോഴാണ് അറിയാത് ഭാര്യ ഇത്ര പൈസ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അറിയണത് ഇയാൾ നല്ല സത്യസന്ധമായിട്ട് പോണ ആളാണ്. പിന്നെ ഒന്നുമില്ല, ആൾ പോയി കടയൊക്കെ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ ശരിയാണ് എടുത്തിട്ടുണ്ടായത്. പിന്നെ ആൾ സൂസൈഡ് ചെയ്ത്. ഇങ്ങനെ ഒരുപാട് ദുരന്ത കഥകൾ ഈ മൈക്രോ ഫിനാൻസ് ലോൺ മൂലം നമ്മൾ അറിയാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്നെന്താ പറയാൻ കാരണം വെച്ചാൽ, ഞാനിപ്പോൾ ഇന്ന് വെറുതെ ഒന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കടയിൽ പോയിരുന്നപ്പോൾ അവിടെ 3 സ്ത്രീകൾക്ക് ഗ്രൂപ്പ് ലോൺ. അത് ഒരുപാട് സത്യം പറഞ്ഞാൽ ഞാനും എടുത്തിട്ടുണ്ട് ഗ്രൂപ്പ് ലോൺ അന്ന്. പക്ഷേ മക്കളുടെ പഠിത്തം നടക്കുമ്പോൾ ഒരാവശ്യങ്ങൾക്കാണ് എടുത്തിരുന്നത്. പക്ഷേ അതിൻ്റെ വലയപ്പെടുകയെന്ന് വെച്ചാൽ വല്ലാത്തൊരു വലയാണ്. നമ്മളതിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അവർ പറയും, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ 5 സ്ത്രീകൾ കൂടിയോ 3 സ്ത്രീകൾ കൂടിയായിരിക്കും, ആഴ്ചയിലായിരിക്കും അടവ്. അപ്പോൾ ആ ഒരാഴ്ച അതില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആൾ നമ്മുടെ ഉറ്റ സുഹൃത്തായിരിക്കും, എന്തുകൊണ്ട് നീ അടച്ചില്ല, അവിടെ വഴക്കും വക്കാണോ വരും, അവർ തമ്മിൽ പ്രശ്നം വരും. നമുക്ക് ആ ലോൺ എടുത്താൽ അവർ വന്ന് നിന്നാൽ കൊടുത്തേ തരുള്ളൂ. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു വലയിലാണ്. മാസം 15,000 20,000 വരുമാനമുള്ള ഒരാൾ ആഴ്ചയിൽ എങ്ങനെ അടയ്ക്കും? തിങ്കൾ ചൊവ്വ ബുധൻ ഓരോ ദിവസമാണ് ഈ ഗ്രൂപ്പ് ലോണിൻ്റെ വരിക. അതും 800 രൂപ 500 രൂപ ഓരോ ദിവസം അടയ്ക്കാന്ന് വെച്ചാൽ കുടുംബ ചെലവും കൂടി ആകുമ്പോൾ അവർ ആ ഒരു വലയെ പെട്ടുപോവുകയാണ്. അതിന് ശേഷം എന്താ വരിക എന്ന് വെച്ചാൽ, പിന്നെ വട്ടപ്പലിശക്കാരൻ എടുത്തു തുടങ്ങി. ആദ്യം നമ്മൾ ഈ ലോൺ എടുത്തു, പലിശക്കാരെ പെട്ടു, അങ്ങനെ 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 അവസാനം ചില ആൾക്കാർ ജീവൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരെ ഇഷ്ടംപോലെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മൈക്രോ ഫിനാൻസിൻ്റെ വലയിൽ പെടാണ്ട് പരമാവധി എല്ലാവരും പോകണം കേട്ടോ. അത്യാവശ്യങ്ങൾക്ക് ലോൺ എടുക്കാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പം എനിക്കറിയുന്ന കുറേ ചേച്ചിമാർ ഈ ലോണിൻ്റെ പെട്ടിട്ടേ പിന്നെ അവർ നിർത്തിയിട്ടില്ല. കാരണം 10 മാസം കഴിയുമ്പോഴേക്കും അത് റിന്യൂ ചെയ്ത് കൊടുക്കുകയാണ്, അടുത്ത 50,000 60,000 രൂപ. അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആവശ്യങ്ങളൊക്കെ അതുകൊണ്ട് നടത്തും. അപ്പോൾ ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ചെലന്തി വല പോലത്തെ ഒരു പ്രശ്നമാണ്. പലിശയൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കണില്ല. പലിശ എത്രയാണ്, എത്ര ശതമാനമാണ്, അപ്പം എടുക്കുക, ആവശ്യം നടത്തുക, അത് മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ. അതുകൊണ്ട് ഈ വലയപ്പെടുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ, ചിലർ പുരുഷന്മാരറിയാണ്ടും ഭർത്താവിൻ്റെ എന്തിന് ജോലിക്ക് പോകാത്ത സ്ത്രീകൾ വരെ ഈ വലയപ്പെട്ടിട്ടുണ്ട്. തൽക്കാലം കുടുംബത്തിൽ ഓരോരോ ആവശ്യങ്ങളായിരിക്കും, ചിലപ്പോൾ അനാവശ്യങ്ങളും പൈസ കിട്ടുന്നത് നടത്തും. പൈസ ഇല്ലെങ്കിൽ നമ്മൾ അതുപോലെ ഇരിക്കും. പക്ഷേ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി അനുസരിച്ച് ചിലവാക്കുകയാണ്. ഇപ്പോൾ ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു വലിയൊരു വല, നമ്മൾ ആ വിപത്ത് തടയണം കേട്ടോ. ഓരോ സ്ത്രീകളും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ തന്നെ താറുമാറാക്കണത്. ആദ്യം നമുക്ക് 20,000 കിട്ടുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. 25,000 കൊണ്ട് അതൊക്കെ കാര്യങ്ങൾ നടത്തിയല്ലോ, മാസം അടച്ചു. പിന്നെ അടുത്തത് നമുക്ക് 50,000 കിട്ടണത്, 50,000 കിട്ടി, അടുത്തായപ്പോഴേക്ക് 75,000 ആയി. അപ്പം നമുക്കത് അടയ്ക്കാൻ പറ്റാത്ത ഭാഗത്തിലേക്ക് വന്നു. പക്ഷേ നമ്മൾ എടുക്കുകയും ചെയ്യും, നമ്മുടെ കയ്യിൽ പൈസ തീരുകയും ചെയ്യും, 10 മാസം ആകുമ്പോഴേക്കും ഒരടുത്ത് തരികയും ചെയ്യും. അപ്പോൾ ഇത് പറയാൻ കാരണം, എനിക്ക് ആ 3 സ്ത്രീകൾക്ക് ഗ്രൂപ്പ് ലോൺ പിന്നെയും കണ്ടു. ഇന്ന് ഒരിടയ്ക്ക് ഇത് കുറഞ്ഞിരിക്കുകയായിരുന്നു, ഇപ്പോഴും. പക്ഷേ അതിൻ്റെ ഒക്കെ വലയിൽ വീഴുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ഇരയാവുന്ന പുരുഷന്മാരുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഹസ്ബൻഡിനോടത് പറഞ്ഞതാണ്. ഹസ്ബൻഡ് ഒരു കൂട്ടുകാരൻ്റെ ഒരു ബാർബറായിരുന്നു. പാവം, അങ്ങനെ ഉള്ളത് കൊണ്ട് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അടയ്ക്കാണ്ടായപ്പോൾ അടുത്ത വീട്ടിലെ സ്ത്രീയുടെ ഹസ്ബൻഡ് വന്ന് ഇയാളെ ചീത്ത പറഞ്ഞു. ആ വിഷമത്തിൽ അയാൾ ആത്മഹത്യ ചെയ്തു. അതുപോലെ മരിച്ചു പോണ സ്ത്രീകൾ ഒരുപാടുണ്ട് ഈ മൈക്രോ ഫിനാൻസ് ലോൺ ഇതിൽ പെട്ടിട്ട്. അപ്പോൾ കടമെടുക്കാത്ത മനുഷ്യന്മാരില്ല. നമ്മളെപ്പോലത്തെ സാധാരണക്കാരെല്ലാവരും കടമെടുത്തും കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്. പക്ഷേ അത് ആ കടമെടുത്താൽ അതിൽ നിർത്തിക്കൊള്ളണം, അടുത്തതിലേക്ക് പോകരുത് കേട്ടോ, ദയവ് ചെയ്തിട്ട് ആരും. അതൊരു വല്ലാത്തൊരു വലയാണ്. ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക ഈ കാലത്ത്. അതെനിക്കൊന്ന് നിങ്ങളോട് പറയാൻ തോന്നി. കുറേ ദിവസമായി ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിക്കണു. പക്ഷേ ഓരോരോ തിരക്കുകളും കാരണങ്ങളും, ഓരോരോ തിരക്ക്, ഓരോ ഇത്, പിന്നെ മടി,
ഇന്ന് ഞാൻ എൻ്റെ മടിയെ മാറ്റി വെച്ചു. കാലത്തിനോട് കുറേ പറഞ്ഞൊരു മടി, പോണ്ട ഇനിക്കണ്ട, അവിടെ കിടക്കുമെന്നൊക്കെ. പക്ഷേ ഞാൻ ആ മടിയൊക്കെ മാറ്റി വെച്ച് അതൊക്കെ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിയതാണേ. മഴ പെയ്തിട്ട് ആകെ കാട് പിടിച്ചു. ഗോപിയേട്ടൻ്റെ കൃഷിയാണ്, ആദ്യം പറഞ്ഞില്ലേ, മത്തങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചീരയുണ്ട്. ഒരു രസം അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിന് സന്തോഷം തരുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ നട്ട് എന്തെങ്കിലുമൊക്കെ ഓരോന്നുണ്ടാവുമ്പോൾ വളരെ സന്തോഷം തോന്നും. ഇഷ്ടം പോലെ ചെയ്യാനുണ്ട് സ്വയം തൊഴിലേ. പിന്നെ ഇഷ്ടംപോലെ സ്വയം തൊഴിലുകളുണ്ട് നമുക്ക് ജീവിക്കാൻ. നമുക്ക് ആദ്യമേ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പണിയെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാം ഇന്നത്തെ കാലത്ത്. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ ലോണിലൊക്കെ പെട്ടവരുണ്ടെങ്കിൽ എത്രയും വേഗം അതിൽ നിന്ന് പുറത്തേക്ക് ചാടുക. പലിശക്കാരിൽ നിന്ന്, ലോണിൽ നിന്നും. പലിശയും ലോണൊക്കെ നമ്മളെ വല്ലാത്തൊരു കുഴിയിലേക്ക് ചാടിക്കുള്ളൂ. ഞങ്ങൾക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, ലോണിൽ പോയി പെട്ടിട്ട്. പിന്നെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ചാടി പുറത്തേക്ക് വന്നു. ഇപ്പോൾ അതൊക്കെ നോക്കിയായി വരുന്നു. അപ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ അതിനൊരു ഇരയായതുകൊണ്ട് മറ്റുള്ളവരതിൽ പോയി പെടുമ്പോൾ ഞാൻ പറയും, പൊന്നുമക്കളെ പെടല്ലേ. അങ്ങനെയാണ് ഈ മൈക്രോ ഫിനാൻസും പലിശക്കാരും കടങ്ങളൊക്കെ നമ്മളെ ചിലന്തി പോലെ പിടിക്കും. പിന്നെ അതിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ഉള്ള ലോണുകളും കടങ്ങളൊക്കെ വീട്ടി ആ മൈക്രോ ഫിനാൻസ് എന്നുള്ളതിൽ വലയിൽ നിന്ന് പരമാവധി പുറത്തേക്ക് കയറാൻ നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായൊരു ദിവസം. ഓക്കെ.